നമസ്കാരം. 6 ലക്ഷം ഇറാൻ സൈനികരെ കൊല്ലാൻ അമേരിക്ക, ഖമേനിയെ കൊന്നവരെ ചുട്ടരിക്കാൻ ഇറാൻ. ഖമേനിയുടെ മരണം അത് സത്യത്തിൽ ഇറാനെ ഒറ്റക്കെട്ടാക്കുന്നു. പലതായി വിഭജിച്ച് നിന്നവർ ഒന്നാകുന്ന ഒരു കാര്യം, ആ ഒരു കാലത്തിലേക്ക് എത്തുവാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. 6 ലക്ഷം സൈനികരെ കരയുദ്ധത്തിൽ നേരിടുക എന്നുള്ളത് അസാധ്യമാണ് അമേരിക്കയ്ക്ക്. ഇറാൻ ജനത വിചാരിക്കാതെ ഇറാനെ തോൽപ്പിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അത് കഴിയുകയുമില്ല. ഇതൊരു കൃത്യമായിട്ടുള്ള എഴുത്താണ്, ഒരു ജനതയുടെ ആത്മാവിഷ്കാരമാണ്. എങ്ങനെയാണ് ഇറാൻ ജനത വിചാരിക്കാതെ ഇറാനെ തോൽപ്പിക്കാൻ കഴിയുക എന്നുള്ളത്. ഇറാന്റെ വിഭാഗക്കാർ അല്ലെങ്കിൽ ഇറാൻ എന്ന് പറയപ്പെടുന്ന രാജ്യത്ത് എങ്ങനെയാണോ പ്രക്ഷോഭം ഉണ്ടായത്, ആ പ്രക്ഷോഭത്തിൽ നിന്നാണ് ഇന്നത്തെ യുദ്ധത്തിലേക്ക് എത്തിയത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് എന്തുകൊണ്ടാണ്? ഒരു രാജ്യത്തിനുള്ളിൽ തന്നെ വിഭാഗീയത ഉടലെടുത്തത് കൊണ്ടാണ്. അങ്ങനെയുള്ള വിഭാഗീയത ഉടലെടുക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു ജനത തന്നെ രണ്ടായി മാറി നിൽക്കുന്ന കാലഘട്ടത്തിൽ അവരെ ഭിന്നിച്ചുകൊണ്ട് ഭരിക്കുക എന്നൊരു സംവിധാനം ഉണ്ടാക്കിയെടുക്കുവാൻ എന്നും വെള്ളക്കാർക്ക് ഒരു വല്ലാത്ത ഒരു നയതന്ത്രം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ കുതന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇറാനിൽ ഇത്തരത്തിലൊരു സ്ഥിതിവിശേഷം ഉണ്ടായതും ഇങ്ങനെ ഒരു വലിയ യുദ്ധത്തിലേക്ക് ഇത് എത്തപ്പെടുന്നത്. ആയത്തുള്ള അലി ഖമേനി എന്ന് പറയപ്പെടുന്ന ക്രൂരനും മതഭ്രാന്തനും ഒക്കെ ആയിരിക്കാം, പക്ഷേ ലോകമെമ്പാടുമുള്ള ഷിയ മുസ്ലിങ്ങൾക്ക് അദ്ദേഹം ദൈവതുല്യനാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇറാൻ ജനതയുടെ സാമ്പത്തിക സാമൂഹിക അവസ്ഥ വളരെ പരിതാപകരമാണ്. കാരണം വിലക്കയറ്റവും ഭരണകൂട അടിച്ചമർത്തലും ഒക്കെ കൊണ്ട് ജനജീവിതം ദുസ്സഹമാണ് അവിടെ. അവർക്ക് പരാതികളുണ്ട്, പരിമിതികളുണ്ട്, പ്രതിഷേധമുണ്ട്. പക്ഷേ ആയത്തുള്ള അലി ഖമേനിയെ ഉന്മൂലനം ചെയ്തത് ഇസ്രയേലാണ് എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഇറാൻ ജനത ഒറ്റക്കെട്ടായി മാറുകയാണ് അവിടെ ഇപ്പോൾ. കാരണം വിദേശത്ത് ജീവിക്കുന്ന ഇറാനികൾ ആഹ്ലാദ പ്രകടനം നടത്തുന്നുവെങ്കിലും അതൊക്കെ ചെറിയ ഗ്രൂപ്പുകൾ ഉള്ളതാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അല്ലാതെ നോക്കിയാൽ ഇറാനികൾ ഒറ്റക്കെട്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു. കാരണം അവിടെ ഇസ്രായേൽ വധിച്ചിരിക്കുന്നത് ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമേനിയാണ്. ഇസ്രായേലും അമേരിക്കയും വ്യോമനാവിക സേവനങ്ങളെ ഉപയോഗിച്ചുള്ള ആക്രമണമാണ് നടത്തുന്നത് എങ്കിൽ കൂടിയും അതിൽ അവർ വിജയിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ മതം തലയ്ക്ക് പിടിച്ച 6 ലക്ഷത്തോളം വരുന്ന ഇറാനിയൻ ആർമിയെ അവിടെ പോയി കരയുദ്ധത്തിൽ നേരിടുവാൻ കഴിയുമോ അമേരിക്കയ്ക്ക് എന്നുള്ളതാണ്. അങ്ങനെയും ഒരു മണ്ടൻ തീരുമാനം ഇസ്രായേലും അമേരിക്കയും എടുക്കുകയും ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കം നിലനിൽക്കുന്നുണ്ട്. ഇറാന്റെ കയ്യിലുള്ള വൻ മിസൈൽ ശേഖരമെല്ലാം വ്യോമാക്രമണത്തിൽ നശിപ്പിക്കുക, ഇപ്പോഴത്തെ ഭരണ നേതൃനിരയെ പൂർണ്ണമായിട്ടും തുടച്ചു നിൽക്കുക എന്നത് മാത്രമായിരിക്കും ഇസ്രായേലും അമേരിക്കയും ശ്രമിക്കുക. ഇപ്പോൾ അതിലേറെക്കുറെ അവർ വിജയിക്കുകയും ചെയ്യും. പക്ഷെ അതൊക്കെ താൽക്കാലികം മാത്രമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇറാനിലെ ജനങ്ങൾ ഭരണകൂടത്തിനെതിരെ രംഗത്ത് വരാതെ ഇറാനിൽ ഭരണമാറ്റം ഉണ്ടാകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഉപരോധം കൊണ്ട് എത്രയൊക്കെ വരിഞ്ഞു മുറുക്കിയാലും കാര്യമില്ല. മതം തലയ്ക്ക് പിടിച്ച ജനതയ്ക്ക് പുഴുത്തു ജീവിക്കുന്നതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഇറാനിലെ ഭരണകൂടത്തിനെതിരെ തെരുവിലിറങ്ങാൻ ഇറാൻ ജനതയോട് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ആവർത്തിച്ച് പറയുന്നതിന് പിന്നിൽ ഇത് തന്നെയാണ് കാരണമാകുന്നതും. കാരണം ഭരണകൂടത്തിനെതിരെ തെരുവിലിറങ്ങാൻ എന്തുകൊണ്ട് പ്രേരിപ്പിച്ചു എന്നുള്ളൊരു ഘട്ടം. ആയത്തുള്ള അലി ഖമേനിയുടെ മരണം ആഗോള ഇസ്ലാമിക നേതാവിന്റെ രക്തസാക്ഷിത്വമാക്കി മതവികാരം ആളിക്കത്തിക്കുകയാണ് ഇപ്പോൾ ഇറാൻ ഭരണകൂടം ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഇറാൻ ഭരണകൂടത്തെ താഴെ ഇറക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഇറാനിലെ ജനങ്ങൾക്ക് പോലും നിലവിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. അവസാന സാധ്യത ഇറാൻ ആർമിയുടെ നേതൃത്വത്തിൽ ഇപ്പോഴത്തെ ഭരണകൂടത്തിനെതിരെ അട്ടിമറി ഉണ്ടാകലാണ്. അതിന് സാധ്യത എന്ന് പറയപ്പെടുന്ന ഇപ്പോൾ തള്ളിക്കളയാനും കഴിയില്ല. ഈ യുദ്ധ സാഹചര്യത്തിൽ വലിയ അത്ഭുതമൊന്നും സംഭവിച്ചില്ല എങ്കിൽ 2-3 ദിവസം കൂടി ഇറാനിൽ പരമാവധി ബോംബിട്ട ശേഷം ട്രംപ് സ്ഥലം കാലിയാക്കും. ഇസ്രായേലും പരമാവധി നാശനഷ്ടം ഇറാനിൽ ഈ ദിവസങ്ങളിൽ തന്നെ ഉണ്ടാക്കുകയും ചെയ്യും. യുദ്ധം നീണ്ടുപോയാൽ നഷ്ടം അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഗൾഫ് രാജ്യങ്ങൾക്കും മാത്രമായിരിക്കും എന്നുള്ളത് ചിന്തിക്കുവാനുള്ള ശേഷിയുള്ള നേതാക്കന്മാർ അവർക്ക് ഉണ്ട് എങ്കിൽ ഈ യുദ്ധത്തിന് അധിക ആയുസ് ഉണ്ടാകില്ല എന്നുള്ളതാണ്. പക്ഷെ യുദ്ധത്തിൽ ആരെയാണ് നേരിടുന്നത് എന്നതാണ് മുഖ്യം. ആധുനിക ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് നീണ്ട യുദ്ധം ചെയ്യാൻ താല്പര്യമില്ല. ചെറിയ സംഘർഷങ്ങൾ പോലും പെട്ടെന്ന് അവസാനിപ്പിക്കുവാൻ അതിനു വേണ്ടിയിട്ടാണ് എല്ലാവരും ശ്രമിക്കുന്നത് തന്നെ. ഇപ്പോൾ ഉക്രൈൻ റഷ്യ യുദ്ധം പോലും വല്ല കാലത്തുമാണ് നടക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നീട്ടിക്കൊണ്ട് പോകാതിരുന്നത് എന്തുകൊണ്ടാണ്? അത് രാജ്യത്തെ സാമ്പത്തികമായിട്ട് തകർക്കും എന്നതുകൊണ്ടാണ്. ബുദ്ധിയുള്ളവർ ചിന്തിക്കുന്നത് അങ്ങനെയാണ്. പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് പുഴുത്തു ജീവിക്കുന്നതൊന്നും ഒരു പ്രശ്നമല്ല. മതം പുഴുങ്ങിക്കൊടുത്താൽ മതി. പക്ഷേ നമ്മുടെ കാര്യം അങ്ങനെയാണോ? ഒരിക്കലുമല്ല. നമ്മൾ സാമ്പത്തിക മുന്നേറ്റം നടത്തുന്ന രാജ്യമാണ്. അതുകൊണ്ട് അത് അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് യുദ്ധം എന്ന് പറയപ്പെടുന്നത് വളരെ പെട്ടെന്ന് ഒരു ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തീർക്കുവാൻ ഇന്ത്യക്കായത്. ഇനി ചൈനയിലേക്ക് പോയാൽ 1979 ഫ്രീ മാർക്കറ്റ് സംവിധാനത്തിലേക്ക് വന്നപ്പോൾ ആദ്യം എടുത്ത തീരുമാനം അടുത്ത 50 കൊല്ലം യുദ്ധം ഉണ്ടാകരുതെന്നായിരുന്നു. ഇറാന്റെ കാര്യം നോക്കിയാൽ അവർക്ക് വെള്ളമില്ലെങ്കിലും ഭക്ഷണമില്ല എങ്കിലും കറണ്ട് ഇല്ല എങ്കിലും ഒരു പ്രശ്നവുമില്ല. മരിച്ചാൽ അത് വിശുദ്ധ യുദ്ധത്തിൽ മരിച്ചതാണ് എന്ന് അവർ വിശ്വസിക്കുന്നു. അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. മതം തലയ്ക്ക് പിടിച്ച ഒരു ഭ്രാന്തരാണ് അവർ. അതേസമയം ഗൾഫ് രാജ്യങ്ങൾ നോക്കൂ, അവർ ആധുനിക സൗകര്യങ്ങളോടെ ജീവിക്കുന്നവരാണ്. ഒന്നാമതായിട്ട് അവർക്ക് യുദ്ധം ചെയ്യാനൊന്നും അറിയില്ല. രണ്ടാമതായിട്ട് യുദ്ധം ഉണ്ടായാൽ രാജ്യത്തിന് ഉണ്ടാകുന്ന നഷ്ടം അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇറാൻ ഇത്രയും കയറി ആക്രമണം നടത്തിയിട്ടും ഗൾഫ് രാജ്യങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നതല്ലാതെ ഒന്നും ചെയ്യാതെ നോക്കി നിൽക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിക്കുക.
1990 ഇറാഖ് കുവൈറ്റിനെ കീഴടക്കിയത് 12 മണിക്കൂറിൽ താഴെ സമയം കൊണ്ടാണ് എന്ന് ഓർക്കണം. യുദ്ധം ചെയ്യാൻ പോയാൽ പണ്ടത്തതുപോലെ കടലിൽ പോയി മുത്തുപെറുക്കി ജീവിക്കേണ്ടി വരുമെന്ന് അവർക്ക് തന്നെ മനസ്സിലായതുകൊണ്ട് അതിനവരെ കിട്ടില്ല എന്നുള്ളത് കൊണ്ടും ഞാനിത് പറയുമ്പോൾ തന്നെ ഗൾഫ് രാജ്യങ്ങൾ കഴിഞ്ഞ 36 മണിക്കൂറിനിടെ ഇറാൻ 1437ാമത്തെ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു എന്ന് ഓർക്കണം. അമേരിക്കയെ ഇത്രയും കാലം വിശ്വസിച്ച ഗൾഫ് രാജ്യങ്ങൾ ഇനിയെങ്കിലും പാഠം പഠിക്കുമെന്ന് നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു. സ്വയം ശക്തി പ്രാപിച്ചില്ല എങ്കിൽ എന്തു സംഭവിക്കുമെന്ന് ഇപ്പോൾ അവർക്ക് മനസ്സിലായി കാണും. അതായത് അമേരിക്കയെ ഒട്ടി നിൽക്കുന്നത് കൊണ്ട് സംഭവിക്കാൻ പോകുന്നത് അമേരിക്ക പറയുന്നത് മുഴുവൻ കേൾക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഗൾഫ് രാജ്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് സ്വയാർജിതമായിട്ടുള്ള തീരുമാനങ്ങളിലേക്ക്, ആർമി സംവിധാനങ്ങൾക്ക്, സേനയെ പരുവപ്പെടുത്തി എടുക്കുന്നതിലേക്കൊക്കെ ആ രാജ്യം മാറേണ്ടിയിരിക്കുന്നു, സ്വയം ശക്തി പ്രാപിക്കേണ്ടിയിരിക്കുന്നു. എല്ലാവർക്കും അവരവരുടെ രാജ്യ താല്പര്യങ്ങളാണ് വലുത്. അമേരിക്ക ഒരു വശത്ത് ഇറാനിൽ ബോംബിടുന്നു, മറുവശത്ത് ഗൾഫ് രാജ്യങ്ങൾക്ക് ഇറാന്റെ മിസൈലുകൾ പ്രതിരോധിക്കുവാൻ പ്രതിരോധ ഉപകരണങ്ങൾ വിൽക്കുന്നു. അപ്പോൾ രണ്ടിലും സംഭവിക്കുന്നത് എന്താണ്? വിൽപ്പന തന്നെയാണ്. അപ്പോഴും അമേരിക്കയുടെ ലക്ഷ്യം എന്താണ്? അമേരിക്കയ്ക്ക് അവരുടെ വ്യവസായം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ചൈന വ്യോമ പ്രതിരോധ സംവിധാനം എന്ന് പറഞ്ഞ് പാകിസ്ഥാനെ പറ്റിച്ചതുപോലെ ഇറാനെയും പറ്റിച്ച് ഇറാനിൽ നിന്ന് ആവശ്യത്തിന് എണ്ണ വാങ്ങി ചൈനയുടെ വ്യോമ പ്രതിരോധ സംവിധാനമായിരുന്നു ഇറാന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് എന്നതുകൊണ്ട് അമേരിക്കയും ഇസ്രായേലും വിട്ട എല്ലാ മിസൈലുകളും ലക്ഷ്യം കണ്ടു എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ അമേരിക്കയും ഇസ്രായേലും വിട്ട എല്ലാ മിസൈലുകളും ലക്ഷ്യം കണ്ടു കഴിഞ്ഞപ്പോഴും ഇറാനെ തകർക്കാൻ ഇപ്പോഴും കഴിയാതായി പോകുന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ച 6 ലക്ഷം ഇറാൻ സൈനികരുണ്ട്. ആ 6 ലക്ഷം ഇറാൻ സൈനികരെ കരയുദ്ധത്തിലൂടെ കൊല്ലുവാൻ അമേരിക്കയ്ക്ക് കഴിയുമോ, ഇസ്രായേലിന് കഴിയുമോ എന്നുള്ള ചോദ്യമാണ്. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് 6 ലക്ഷം ഇറാൻ സൈനികരെ കൊല്ലാൻ വേണ്ടിയിട്ട് അമേരിക്ക തുനിഞ്ഞിറങ്ങുകയോ ഇസ്രായേൽ തുനിഞ്ഞിറങ്ങുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അവരുടെ മണ്ടത്തരമായിരിക്കും എന്നുള്ളതാണ്. ആയത്തുള്ള അലി ഖമേനി എന്ന് പറയപ്പെടുന്ന ഇറാന്റെ പരമോന്നത നേതാവിനെ കൊന്നവരെ ഒരിക്കലും വെറുതെ വിടുവാൻ ഇറാൻ തയ്യാറല്ല. അവരെ ചുട്ടടിക്കാൻ തന്നെയാണ് ഇറാന്റെ തീരുമാനം. അത് ഇസ്രായേലിനകത്ത് നുഴഞ്ഞു കയറിക്കൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹുവിനെ വധിക്കുക എന്നതിനപ്പുറം അതിൽ കുറഞ്ഞതൊന്നും ഇറാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയതിനു ശേഷം മാത്രമായിരിക്കും ഈ യുദ്ധത്തിനൊരു അറുതി ഉണ്ടാവുക.